മരിച്ചപ്പോൾ വി എസിന്റെ അപദാനങ്ങൾ ഏറ്റുപാടുന്നവർ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ അപമാനിച്ചു. യഥാർത്ഥ വി എസ് സ്നേഹികൾ എല്ലാം തുറന്നു പറയുമ്പോൾ പുറത്തു വരുന്നത് വി എസിന്റെ ജനപ്രീതി മാത്രം ഉപയോഗിച്ച് വളർന്ന ഒരു പാർട്ടിയുടെയും കുറെ നേതാക്കളുടെയും ഉൾച്ചരിതമാണോ? തിരുവനന്തപുരം സമ്മേളനത്തിലെ യുവനേതാവിന്റെ ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രയോഗം പിരപ്പൻകോട് മുരളി എന്ന മുൻ സംസ്ഥാന സമിതി അംഗം പറഞ്ഞപ്പോൾ വി എസ് സ്നേഹികളെ ഞെട്ടിച്ചത് ഡയസിലുണ്ടായിരുന്ന പാർട്ടി നേതാക്കൾ എല്ലാവരും അത് ആസ്വദിക്കുകയായിരുന്നു എന്ന വെളിപ്പെടുത്തലാണ്. ഇപ്പോൾ ഇതാ ആലപ്പുഴ സമ്മേളനത്തിലും ജനപ്രിയ നേതാവിനുണ്ടായ അപമാനം പുറത്തുവരികയാണ്. ഒരു കാലത്ത് വി എസിന്റെ വിശ്വസ്തനായിരുന്ന സുരേഷ് കുറുപ്പാണ് ആലപ്പുഴ സമ്മേളനത്തിൽ അദ്ദേഹം നേരിട്ട അപമാനം തുറന്നു പറയുന്നത്. തൻ്റെ കൊച്ചുമകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടി വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണമെന്ന് പറഞ്ഞു. അധിക്ഷേപം സഹിക്കാനാവാതെ വേദനയോടെ വി എസ് വേദി വിട്ടുപോയി. ഇങ്ങനെ തുടരുന്നു സുരേഷ് കുറുപ്പിന്റെ ലേഖനം. 22 മണിക്കൂർ നീണ്ട വിലാപയാത്രയിൽ വി എസിനോടുള്ള കേരളത്തിന്റെ സ്നേഹം നമ്മൾ കണ്ടതാണ്. ആർത്തലച്ചെത്തിയ ജനം കണ്ണേ കരളേ എന്ന് ആവർത്തിച്ചത് നമ്മൾ കേട്ടതാണ്. വി എസിന്റെ ജനപ്രിയത വോട്ടാക്കി അധികാരമുറപ്പിച്ച പാർട്ടിയാണ്. ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ ഇത്തരത്തിൽ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഒപ്പമിരുന്നവർ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ, അപമാനിച്ചവർ ഇപ്പോൾ പാർട്ടി കമ്മിറ്റികൾ ഉണ്ടെങ്കിൽ, മരിച്ചപ്പോൾ നൽകിയ ആദരത്തിനും അപദാനത്തിനും എന്തർത്ഥമാണുള്ളത്?